ദേവ ഇതൊരു പാതി വന്ന മുംബൈ പോലീസായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ധാരാളം സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു ഇത് മുംബൈ പോലീസ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരിക്കും എന്നുള്ളത്. ധാരാളം തവണ ഈ സിനിമയുടെ മേക്കേഴ്സിനോട് റിപ്പീറ്റഡായിട്ട് തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴൊന്നും ഇതല്ല എന്നുള്ളൊരു മറുപടിയാണ് അവർ തന്നത്. ഇന്നലെ ഞാൻ തിയേറ്ററിലെത്തി ആദ്യത്തെ സീൻ തന്നെ തുടങ്ങി. അതിൽ തന്നെ പറയുന്നുണ്ട് കേസ് ക്ലോസ്ഡ് എന്ന ഡയലോഗ് വരുമ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു റീമേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും മലയാളത്തിലെ പോലെ തന്നെ ഒരു കഥ ആയിരിക്കുമോ അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നുന്നു. ദേവദാസ് എന്ന ഒരു നോവൽ പലർക്കും പരിചിതമായിരിക്കും. ആ സിനിമയെ ആസ്ഥാനമാക്കിയിട്ട് ദേവദാസ് എന്നൊരു സിനിമ തന്നെ വന്നിട്ടുണ്ട്, ഷാറുഖ് ഖാൻ അഭിനയിച്ചിട്ട്. പിന്നെ അതിനുശേഷം ഒരു മോഡേൺ ഡേ ദേവദാസിൻ്റെ റോളിൽ ദേവ് ഡി എന്നുള്ളൊരു പേരിലൊരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അഭയ് ഡിയോൾ അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ ഈ സിനിമയുടെ പേര് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ദേവ എന്നാണെങ്കിലും അതും ഒരു വ്യത്യസ്തം വരുത്തി വേണമെങ്കിൽ പറയാം ഈ ഒരു ടൈറ്റിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതുപോട്ടെ, ഒരു ചാൻസ് കിട്ടും എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നും. അപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ മുംബൈ പോലീസിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ദൃശ്യത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് മുംബൈ പോലീസ്. കാരണം അത്രത്തോളം ഇനി പൃഥ്വിരാജിനെ അഭിനയിച്ച സിനിമകളിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകടനം ആ സിനിമയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നമുക്ക് ഹൃദയത്തിനോട് അടുത്തേക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ഒരു താരതമ്യം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിൽ നിന്ന് നമ്മളിപ്പോൾ അത് താരതമ്യം ചെയ്യരുത് എന്നൊക്കെ എത്രയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു മനസ്സിലേക്ക് വരും ഇന്നതാണല്ലോ മറ്റേ സിനിമയിൽ നടന്നത്, അങ്ങനെയല്ലല്ലോ ഇതിൽ കാണിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണി മോസസ് എന്ന കഥാപാത്രമായിട്ട് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലൂടെയും ഭാവത്തിലൂടെയും ഡയലോഗ് ഡെലിവറികളിലൂടെയും ആക്ഷൻ കോറിയോഗ്രാഫിയിലൂടെ തന്നെ ആ ഒരു കഥാപാത്രം എത്രത്തോളം ബ്രൂട്ടലാണ് എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ, അത് ദേവയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഷാഹിദ് കപൂർ അവതരിപ്പിച്ച ദേവ് ആംബ്രെ എന്ന പോലീസുകാരൻ അദ്ദേഹം ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പെരുമാറുന്നത്. കാരണം നമ്മളിപ്പോൾ എപ്പോൾ എന്ത് പ്രതികരിക്കും, എങ്ങനെ ചെയ്യും. കാരണം അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളും ഒത്തിരി റെലവൻ്റ് ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. കാരണം ഒരു പബ്ലിക് ലൈഫിൽ ഒരു പബ്ലിക് സെർവൻ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല സിനിമയെ കാണിച്ചത്. നമുക്ക് സിനിമയാണ്, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് റിയൽ ലൈഫുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോഡിയത്തിൽ പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് എല്ലാവരും നോക്കി നീക്കിയ ഒരു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലുള്ള ആംഗ്യങ്ങളും കാര്യങ്ങളും കാണിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും സീനുകളുണ്ട്. നമുക്ക് റിയൽ ലൈഫുമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു കണക്റ്റ് കിട്ടാത്ത, ഒരുപക്ഷെ അങ്ങനത്തെ ഒരു റോൾ, അങ്ങനത്തെ ഒരു ആക്ട് ചെയ്തു കഴിഞ്ഞാൽ പോലീസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു കാര്യങ്ങളും നമുക്കറിയാം. അങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും, അതാണ് ഈ ഒരു സിനിമയിലൂടെ ഷാഹിദ് കപൂർ അവതരിപ്പിച്ച കഥാപാത്രം. ഇനി മുംബൈ പോലീസ് എന്ന സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂവർ സംഘം, അവരുടെ ഒരു കെട്ടറപ്പിൻ്റെ അവരുടെ ഒരു ബോണ്ടിങ് വളരെ നല്ല രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ പല പല സംഭവങ്ങളിലൂടെ ഈ ക്യാരക്ടേഴ്സ് 3 പേരും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പൃഥ്വിരാജിൻ്റെ ആക്സിഡൻസിന് ശേഷം അദ്ദേഹം അനുഭവിക്കുന്ന വ്യഥകളും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും കുറച്ച് അഡീഷണലായിട്ട് വേറെ കഥാപാത്രങ്ങളും കഥയിലും കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ ഒരു കഥ ട്രാക്ക് വിട്ട് മാറിപ്പോകുന്നു എന്നുള്ളൊരു ഫീൽ. ഞാൻ ഇത് മുംബൈ പോലീസുമായിട്ടുള്ള കമ്പാരിസൺ കൊണ്ടല്ല പറയുന്നത്. കാരണം മുംബൈ പോലീസിന് ഒരു വ്യക്തമായൊരു തിരക്കഥയുണ്ട്, ഇങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് കഥയിലുള്ളൊരു മാറ്റം വരുത്തുമ്പോഴത്തേക്കും ആ ഒരു കഥ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാൻ സംവിധായകൻ കുറച്ച് ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നിപ്പോയി. അതുകൊണ്ടാണ് പലയിടത്തും ഇങ്ങനെ ട്രാക്ക് മാറി സഞ്ചരിക്കുന്ന ഒരു വണ്ടിയെ പോലെയാണ് എനിക്ക് ആ ഒരു സിനിമയിൽ ഉടനീളം തോന്നിയത്. അതോടൊപ്പം തന്നെ അവസാനം സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം മറ്റേ സിനിമയിലാണെങ്കിൽ ഒരു റീസൺ അവസാനം വരുന്ന ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്രൈം നടന്നത് എന്നുള്ള ഒരു കാരണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു കാരണമല്ല ഇതിനകത്ത് വരുന്നത്. ഒരുപക്ഷെ സംവിധായകൻ എടുത്തിരിക്കുന്ന ഒരു ലിബർട്ടി ആയിരിക്കാം അത്, അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ ഷാഹിദ് കപൂറിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് അതുമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. അതും അല്ലെങ്കിൽ ഈ ഒരു 12-13 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു സീൻ ഇന്നത്തെ സാഹചര്യമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ആൾക്കാരുടെ ചിന്തകളും ഒക്കെ മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തീം ഒരുപക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വർക്കാവില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം. ആ ഒരു കാരണമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ക്രൈം എന്തിനാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ അത്
സത്യം പറഞ്ഞാൽ ഒരു കൺവിൻസിങ് ആണ് ഒരു ക്രൈം എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഈ മുംബൈ പോലീസ് എന്നുള്ള ഒരു സിനിമ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒരു നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പാതി വന്ന ഒരു സിനിമയുടെ അനുഭവമാണ് എനിക്ക് കിട്ടിയത്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് ദയവായിൽ കിട്ടിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മുംബൈ പോലീസ് എന്ന സിനിമയിൽ ഒരു സീനുണ്ട്, കുഞ്ചൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ സത്യവാചകം പറയുന്ന ഒരു സീനുണ്ട്. നമ്മൾ കാണുമ്പോഴത്തേക്ക് തന്നെ അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ പിടിച്ച് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള സീനുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ദേവ എന്നൊരു സിനിമയിലില്ല. കാരണം ദേവ എന്ന് പറഞ്ഞാൽ ദേവ എന്നുള്ളൊരു പോലീസ് ഓഫീസറിനെ മാത്രം ബേസ് ചെയ്ത് അദ്ദേഹത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാസ് അപ്പീൽ അല്ലെങ്കിൽ മാസ് ആക്ഷൻ രംഗങ്ങൾ കുത്തി നിറച്ചുകൊണ്ടുള്ള കുറേ രംഗങ്ങളാണ്. ഒരു മോശം സിനിമയാണെന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായപ്പെടില്ല. ഈ ഒരു മുംബൈ പോലീസ് കാണാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രഷ് ഒരു ഫ്രഷ് സിനിമ എന്നുള്ളൊരു അപ്രോച്ചോടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമ അത്ര രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. മറ്റു പലർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കാം സിനിമയെക്കുറിച്ചുണ്ടാകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുകൂടാതെ തന്നെ റാപ്പ് സോങ്സ് വരുന്നുണ്ട് ചില ഫൈറ്റ് സീക്വൻസുകളിൽ. അതെല്ലാം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ എനിക്ക് വർക്കായ കാര്യമാണ്. അങ്ങനെ ആകമൊത്തം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ മികച്ച ഒരു അഭിപ്രായം. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് മുംബൈ പോലീസ് എന്നൊരു സിനിമ സീൻ ബൈ സീൻ അങ്ങനെ തന്നെ ഒരു സിനിമയിലേക്ക് ഹിന്ദിയിലേക്ക് അവർക്ക് എടുക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം.